സംസ്ഥാനത്ത് പൈനാപ്പിൾ വില കുത്തനെ ഇടിയുകയാണ് കേട്ടോ. ഒരു മാസം മുൻപ് കിലോയ്ക്ക് 60 രൂപയായിരുന്നു വില. പക്ഷേ ഇപ്പോഴിതാ 30 മുതൽ 33 രൂപ എന്ന നിലയ്ക്ക് ഇടിഞ്ഞിരിക്കുന്നു. അതായത് ഏതാണ്ട് പകുതിയായി മാറിയിരിക്കുന്നു വില. ഇതിന് കാരണമെന്ന് പറയുന്നത് പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനുണ്ടായ ഇടിവാണ് വിപണിയിലെ തിരിച്ചടിക്ക് പ്രധാന കാരണമാകുന്നത്. ഇതോടെ വിളവെത്തിയ പൈനാപ്പിൾ വിറ്റഴിക്കാനാകാത്ത അവസ്ഥയിലാണ് കർഷകരുള്ളത്. വാഴക്കുളത്തെ പൈനാപ്പിൾ മാർക്കറ്റിൽ നിന്ന് ഷബാസ് അഹമ്മദാണ് ചേരുന്നത്. ഷബാസ്, എന്താണ് ഇപ്പോൾ നിലവിൽ ഇവരുടെ അവസ്ഥ? എത്രത്തോളം കർഷകർ ഇതിൽ ദുരിതം അനുഭവിക്കുന്നുണ്ട്? വിനിത, കർഷകർ അനുഭവിക്കുന്ന ദുരിതം അല്ലെങ്കിൽ പൈനാപ്പിൾ കർഷകരുടെ ദുരിതം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ആദ്യം തന്നെ വ്യക്തമാകും എന്നാണ് തോന്നുന്നത്. ഇതാ ഈ വില കുറഞ്ഞത് മൂലം എടുക്കാൻ കഴിയാതെ അല്ലെങ്കിൽ നഷ്ടത്തിൽ കൊടുക്കാൻ കഴിയാതെ കൂട്ടിയിട്ട പൈനാപ്പിളുകൾ 2 ദിവസമായി ഇതിവിടെ കൂട്ടിയിട്ടിട്ട് ഇതിവിടെ നശിച്ചു പോയി. ഇങ്ങനെ പലയിടത്തും ഈ കൂട്ടിയിട്ട പൈനാപ്പിളുകൾ നശിച്ചു പോയത് കാണാം. ഇതിന്റെ കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ വില കുത്തനെ ഇടിഞ്ഞ് പകുതിയോളമായിരുന്നു. ആ വില കുറഞ്ഞ സമയത്ത് അത് നഷ്ടത്തിൽ കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ കൂട്ടിയിട്ട് നശിച്ചു പോയ പൈനാപ്പിളുകൾ പല ഭാഗത്തും ഇങ്ങനെ നമുക്ക് കാണാം. ഇത്തരത്തിൽ വലിയ ദുരിതമാണ് പൈനാപ്പിൾ കർഷകർ അനുഭവിക്കുന്നത്. പശ്ചിമേഷ്യയിലെയും ആ യുദ്ധഭീതി മൂലം പല കയറ്റുമതികളും ഇതിനോടകം തന്നെ നിന്നു കഴിഞ്ഞു. ആ പൈനാപ്പിൾ കയറ്റുമതി ചെയ്യുന്നത് വലിയ രീതിയിൽ കുറഞ്ഞു. അതുകൊണ്ട് തന്നെ എടുക്കാൻ ആളില്ല. അതുമാത്രമല്ല, വില വലിയ രീതിയിൽ കുറഞ്ഞു വരുന്നു. ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നമായി ഇവിടെയുള്ള കർഷകർ പറയുന്നത്. പൈനാപ്പിൾ മെർച്ചന്റ്സ് അസോസിയേഷന്റെ ഭാരവാഹി ജോസ് ചേട്ടനുണ്ട്. ചേട്ടാ, യുദ്ധം വല്ലാതെ പൈനാപ്പിൾ മേഖലയെ ബാധിച്ചില്ലേ? യുദ്ധം ഒരു പരിധിവരെ ബാധിച്ചിട്ടുണ്ട്. ഈ ലോകത്ത് എന്ത് പ്രശ്നങ്ങൾ നടന്നാലും അത് ആദ്യം ബാധിക്കുന്ന പൈനാപ്പിളിനായിരിക്കും. കാരണം ഇത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും കടന്നു പോകുന്നുണ്ട്. അത് ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലാണെങ്കിലും ഈ യുദ്ധത്തിൻ്റെ കെടുതി എല്ലാവരെയും ബാധിച്ചിട്ടുണ്ട്. പൈനാപ്പിൾ ഇവിടുന്ന് എല്ലാ ദിവസവും നല്ല തോതിൽ കയറ്റി അയക്കുന്ന ഒരു ഇതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ യുദ്ധം വന്നതിന് ശേഷം കയറ്റുമതി ഏകദേശം നിന്നുപോയി. അപ്പോൾ ആ തരത്തിലേക്ക് വന്നപ്പോൾ ഒരു പരിധിവരെ ഈ കയറ്റുമതി നിന്നപ്പോൾ ഈ പൈനാപ്പിളിൻ്റെ വില ഇവിടെ കുറയുവാനും അതുപോലെ തന്നെ പൈനാപ്പിൾ ഇവിടെ മാർക്കറ്റിൽ കൂടുതലായി വരുവാനും ഇടയായിട്ടുണ്ട്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പൈനാപ്പിൾ വ്യാപാരികളെ സംബന്ധിച്ചാലും കൃഷിക്കാരെ സംബന്ധിച്ചാലും ഞങ്ങൾക്കിപ്പോൾ ഇത് അഫോർഡ് ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ചക്കവില 50 രൂപയിൽ മുകളിലായിരുന്നു. ഇപ്പോൾ അത് 30 രൂപ, 31 രൂപ, 32 രൂപയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിലേക്ക് ഈ പൈനാപ്പിളിൻ്റെ വില കുറഞ്ഞപ്പോൾ പൈനാപ്പിൾ കർഷകർക്ക് ഇത് കൃഷി ചെയ്താലും മുതലാവില്ലാത്തൊരു സ്ഥിതിയിലേക്ക് വന്നു. അതുപോലെ തന്നെ വ്യാപാരികൾക്ക് ഈ പൈനാപ്പിൾ കൊണ്ടുപോയി വിറ്റ് കാശാക്കുന്നതിനുള്ള ഒരു ഇടം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു. അങ്ങനത്തെ സാഹചര്യം നിലവിലുണ്ട്. ഈ കർഷകരുടെ പ്രതിനിധി കൂടിയുണ്ട്, കർഷകരുടെ ഭാരവാഹി, സംഘടനയുടെ ഭാരവാഹി കൂടിയുണ്ട്. ബേബിച്ചേട്ടാ, എത്ര രൂപ കിട്ടിയാലാണ് നമുക്കിത് നഷ്ടമില്ലാതെ കൊടുക്കാൻ കഴിയുക? നമുക്ക് 1 ഏക്കർ കൃഷി ചെയ്യണമെങ്കിൽ ഏകദേശം ആദ്യത്തെ വർഷം 4 ലക്ഷം രൂപയോളം മുടക്കുണ്ട്. അപ്പോൾ ഒരു 35 രൂപ ഒരു കിലോയ്ക്ക് വില ലഭിച്ചാൽ മാത്രമേ നമുക്ക് ആദ്യത്തെ വർഷം ഒരു ബ്രേക്ക് ഈവൻ പ്രതീക്ഷിക്കാൻ പറ്റൂ. ആ 35 രൂപയിലധികം വന്നാൽ മാത്രമേ നമുക്ക് ലാഭകരമായൊരു കൃഷിയായിട്ട് പരിഗണിക്കാൻ പറ്റൂ. പക്ഷേ കഴിഞ്ഞ വർഷത്തെ വിഷു മുതൽ, ഇന്നിപ്പോൾ വിഷുവിൻ്റെ തലേന്നാണ്, ഈ വിഷു വരെ പരിഗണിച്ചാൽ ഞാൻ ഈ പറഞ്ഞ റേഞ്ചിലുള്ള വില വന്നത് ഏകദേശം ഒരു 60 75 ദിവസം മാത്രമേ നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു വില. 30 രൂപയ്ക്ക് വന്നാൽ വലിയ നഷ്ടം. അതാണ്, ഏതാണ്ട് പകുതിയായി വില ഇടിഞ്ഞിരിക്കുന്നു എന്നതാണ് വലിയ പ്രതിസന്ധി. യുദ്ധം മൂലം ഇത്തരത്തിൽ പൈനാപ്പിൾ കയറ്റി അയക്കാൻ കഴിയാത്തത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഒരു മാസം കൊണ്ടാണ് കേട്ടോ ഇത്ര വലിയ ഇടിവുണ്ടായിരിക്കുന്നത്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തും സ്വർണം പണയം വെച്ചും ഒക്കെ കൃഷി ഇറക്കിയ കർഷകർ പക്ഷേ എങ്ങനെ ഈ കടം വീട്ടും എന്ന ആശങ്കയിലാണുള്ളത്. വില ഇറങ്ങിപ്പോകുന്ന ഒരു വലിയൊരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ എല്ലാവരും നിൽക്കുന്നത്. കാരണം പണിക്കാരെ കിട്ടാനില്ല. പണിക്കാരെല്ലാം ഇപ്പോൾ ഇലക്ഷൻ സംബന്ധിച്ചെല്ലാം പുറത്തേക്ക് അവരുടെ നാട്ടിലേക്ക് പോയതുകൊണ്ട് ഇപ്പോൾ പുറത്തുനിന്ന് വേറെ ആളെ വിളിച്ച് ചെയ്യുന്നത്. അവർക്ക് തന്നെ 1000 രൂപ വെച്ച് കൂലി കൊടുക്കണം. അപ്പോൾ ഇപ്പം നേരത്തെ കഴിഞ്ഞ മാസത്തോളം ഏകദേശം 50 രൂപ 60 രൂപ ഉണ്ടായിരുന്ന വില ഇപ്പോൾ ഏകദേശം 28 രൂപയ്ക്ക് താഴെ വരെ പോയി. തീരെ വില ഇങ്ങനെ കുറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുക. ഇപ്പോൾ ഇത് എങ്ങോട്ട് പോകുമെന്ന് നമുക്ക് എന്താകുന്ന ഒരു പ്രതീക്ഷയില്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം എല്ലാം കൂടി 1 ഏക്കർ കൂടുതൽ ചെയ്യുമ്പോഴത്തേക്കും ചില ഒരു 4 രൂപയ്ക്ക് മുകളിൽ നമുക്ക് ചിലവ് വരുന്നുണ്ട്. ഇപ്പം ഈ യുദ്ധമൊക്കെ സംബന്ധിച്ചായിരിക്കും. കാരണം വില ഇറക്കം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. കാരണം പുറത്തോട്ട് അയക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള ഒരു പൊതുവെ എല്ലാവരും പറയുന്നുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ കൂടി ചേരുകയാണ്. പ്രവീൺ, ദുരിതം വിവരിക്കുകയായിരുന്നു. കർഷകൻ പലരും ലോണൊക്കെ എടുത്താണ് ഇത്തരത്തിൽ കൃഷി ഇറക്കിയത്. അവരാകെ പെട്ടുപോയെന്ന അവസ്ഥയാണല്ലേ പ്രവീൺ?
വിനീത, പത്തനംതിട്ട കുഴിക്കാല സ്വദേശി വിനീഷാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത്. ഈ ദുരിതം അനുഭവിക്കുന്ന കർഷകരുടെ ഒരു പ്രതിനിധി എന്നുകൂടി നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. വളരെ ദുഃഖാവസ്ഥയിലാണ്. കാരണം 5 മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം കൃഷി ഇറക്കിയത്. ഏകദേശം 9,000-ഓളം തൈകളാണ് വെച്ച് പിടിപ്പിച്ചത്. ആ സമയത്തൊക്കെ 50 മുതൽ 55 രൂപ വരെയൊക്കെ പൈനാപ്പിളിന് കിലോയ്ക്ക് വിലയുണ്ടാകുമായിരുന്നു. 4.5 ലക്ഷത്തോളം രൂപ അദ്ദേഹം മുടക്കി കഴിഞ്ഞു. അത് വായ്പയൊക്കെ എടുത്തും സ്വർണ്ണമൊക്കെ പണയം വെച്ചുമാണ് ഈ തുക കണ്ടെത്തിയത്. ഈ 5 മാസങ്ങൾക്ക് മുമ്പ് ഈ ഒരു വില ഉള്ളതുകൊണ്ട് അദ്ദേഹം സ്വാഭാവികമായും വിളവെടുക്കുമ്പോൾ വലിയ ലാഭം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം ഈ പശ്ചിമേഷ്യയിൽ യുദ്ധ സാഹചര്യമൊക്കെ വന്നു, കാര്യങ്ങൾ അപ്പാടെ തകിടം പറഞ്ഞു. ഇപ്പോൾ കിലോയ്ക്ക് 30 രൂപയിൽ താഴെ മാത്രമാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അത് പഴുത്തതാണെങ്കിൽ മാത്രം 2 രൂപയോ മറ്റോ കൂടുതൽ ലഭിക്കും, അല്ലെങ്കിൽ 28 രൂപയൊക്കെ ഒരു കിലോഗ്രാമിന് ലഭിക്കുന്നുള്ളൂ. അപ്പോൾ ഈ 9,000-ഓളം തൈകൾ വെച്ച് പിടിപ്പിക്കുകയും ഒരേക്കറിൽ കൃഷി നടത്തുകയും ഭീമമായിട്ടുള്ള തുക മുടക്കി കൃഷി ഇറക്കുകയും ചെയ്തിട്ട് ഇനി വിളവെടുക്കുമ്പോൾ ഈ 30 രൂപയിൽ താഴെയാണെന്നുണ്ടെങ്കിൽ വലിയ ഇറക്കിയിരിക്കുന്നത്. പക്ഷേ ഈ പൈനാപ്പിൾ കയറ്റി അയക്കാൻ കഴിയാത്തത് മൂലം വലിയ രീതിയിൽ വില കുത്തനെ ഇടിയുന്ന സാഹചര്യം, അതായത് ഏതാണ്ട് പകുതിയായി വില കുറഞ്ഞിരിക്കുന്നു. നോക്കൂ, നമ്മൾ കണ്ടു ആ ദൃശ്യങ്ങളൊക്കെ. പൈനാപ്പിൾ അങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇത് എങ്ങനെ വിറ്റഴിക്കുമെന്ന് അവർക്കറിയില്ല. പലതും നശിച്ചു കഴിഞ്ഞു. ഷബാസ് അഹമ്മദും പ്രവീൺ പുരുഷോത്തമനുമാണ് വിശദാംശങ്ങൾ നൽകിയത്. യുദ്ധ സാഹചര്യമുള്ളതുകൊണ്ട് തന്നെ കയറ്റി അയക്കാൻ കഴിയില്ല. പക്ഷേ ഈ പ്രാദേശിക വിപണിയിൽ കൂടുതൽ കാര്യക്ഷമമായി ഇതിൽ ഇടപെടൽ ഉണ്ടായാൽ ഒരുപക്ഷേ പൈനാപ്പിൾ കർഷകർക്ക് ആശ്വാസകരമാകും. നമുക്ക് കൃഷിമന്ത്രിയുടെ ഉൾപ്പെടെ ശ്രദ്ധയിൽ ഈ വിഷയങ്ങൾ എടുത്തേണ്ടത്.